ഗൈസ് നമുക്കിന്ന് 3 ചേരുവകൾ വെച്ചൊരു 4 മണി പലഹാരം ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് 3 മാങ്ങ എടുത്തിട്ടുണ്ട്. 3 മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ പൾപ്പെടുക്കുക. 3 മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് പൾപ്പെടുക്കുകയാണ്. ഈ പലഹാരം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ ടേസ്റ്റിയായ പലഹാരമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ അതിൻ്റെ പൾപ്പൊക്കെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ വേണം പൾപ്പൊക്കെ എടുക്കാൻ. ഇനി നമുക്ക് ശർക്കര എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ശർക്കരയൊക്കെ നമുക്ക് പാനിയാക്കി എടുക്കാം. ശർക്കര പാനിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു രൂപത്തിലാണ് പാനിയാക്കേണ്ടത്. ശർക്കര പാനിയാക്കി അരിച്ചെടുത്തു. അതിലോട്ട് നമ്മൾ മാങ്ങയുടെ പൾപ്പ് ഒഴിച്ച് കൊടുത്തു. പൾപ്പ് ഒഴിച്ചിട്ട് നമുക്കിത് നല്ലപോലെ കുറുക്കിയെടുക്കാം. കുറുക്കിയെടുത്ത ഒരു പരുവത്തിലാണ് ഇത് കിട്ടേണ്ടത്. നല്ലപോലെ തിളച്ചൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മാങ്ങയുടെ പൾപ്പൊക്കെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. മാങ്ങയുടെ പൾപ്പ് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാചകത്തിലോട്ട് കിടക്കാം. അങ്ങനെ പൾപ്പ് ഒരു 10 മിനിറ്റ് ആറാൻ വെക്കണം. അതിനുശേഷം നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്ത് അരിപ്പൊടിയൊക്കെ ചേർത്ത് ആവശ്യത്തിനുണ്ട് പാലും ചേർത്ത് ഞങ്ങളിവിടെ ശകലം പാലേ യൂസ് ചെയ്തിട്ടുള്ളൂ. 1/4 ഗ്ലാസ് പാലേ ഒഴിച്ച് അടിച്ചെടുത്തേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ പൾപ്പെല്ലാം അരച്ചെടുത്തു. ഇനി നമുക്ക് ഇത് റെഡിയാക്കാൻ വേണ്ടി നെയ്യ് പുരട്ടി ഒരു പാത്രത്തിൽ വെച്ച് അതിലോട്ട് നമ്മൾ മാവ് ഒഴിച്ച് കൊടുത്തു. അങ്ങനെ നമുക്ക് ആവിയിൽ നല്ലപോലെ വേവിച്ചെടുക്കാം. അതുപോലെ തന്നെ വായിലിട്ടാൽ നല്ലപോലെ അലിഞ്ഞു പോകുന്ന പലഹാരം കൂടിയാണിത്. അങ്ങനെ നമ്മൾ ആവിയിൽ വേവിക്കാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുകയാണ്. അങ്ങനെ 10-15 മിനിറ്റ് കൊണ്ട് നമ്മൾ ആവിയിൽ വേവിച്ചെടുത്തിരിക്കുകയാണ്. ഇത് ഇനി നമ്മൾ പീസറി വെക്കുകയാണ്. പീസറി വെച്ച് തണുപ്പിച്ചിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. നല്ല ടേസ്റ്റി പലഹാരമാണ്. നിങ്ങൾക്ക് വായിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ അലിഞ്ഞു പോകും. അതുപോലെ തന്നെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇതുപോലത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മൾ അടുത്ത വീഡിയോയുമായി ഇനിയും വരുന്നതായിരിക്കും. ബൈ ബൈ ഗായ്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി പലഹാരമാണ്. നിങ്ങളുടെ വീട്ടിൽ മാങ്ങയൊക്കെ ഉള്ള സീസണാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് നാട്ടുമാങ്ങയാണ്. നാട്ടുമാങ്ങ വെച്ചാണ് ഇത് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മാങ്ങയൊക്കെ ഉള്ള സീസണാണ്. പിന്നെ അടുത്ത വീഡിയോ നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. വീഡിയോ